ഈമാനിന്റെ ഊക്ക് പോലെ വേറെ ആരും മനസ്സിലുണ്ടാകൂല. ഏറ്റവും ഈമാനും അമലും ശോഭിക്കേണ്ടത് യുവത്വകാലത്താണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അമലിന് ഏറ്റവും കൂലി കൂടുതൽ കിട്ടുന്ന, അള്ളാഹു തആല നല്ല പവർ നൽകുന്ന കാലം. എണീക്കാനൊന്നും കഴിയാതെ അല്ലാഹു അക്ബർ അപ്പോഴല്ല സഹോദരങ്ങളെ. അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കൂലി കിട്ടുന്ന അമല് യുവത്വത്തിന്റെ അമലാണ്. 15 മുതൽ 40 വരെയുള്ള നല്ല ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരിയുടെയും. ആ കാലഘട്ടത്തിലുള്ള അമലുകൾക്കാണ്, വിശ്വാസങ്ങൾക്കാണ്, ആരാധനകൾക്കാണ് ഏറ്റവും കൂടുതൽ അല്ലാഹു തആല പരിഗണന കൊടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ ചൊല്ലുന്ന ദിക്റ്, ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന നിസ്കാരം, ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന സ്വതഖ, ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ അതുപോലെ മാറ്റുകൂടിയത് അതിനു മുമ്പുമില്ല, ശേഷവുമില്ല. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നല്ല നിലയ്ക്ക് ഈമാനോടുകൂടെ നടന്ന് ദുനിയാവൊക്കെ കൈയയിച്ച് നടന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മക്കയിലെ ഉമൈർ എന്ന പണക്കാരന്റെ മോനാണ്. അടിച്ചു പൊളിച്ച് മക്കയിൽ ജീവിതം നയിച്ച ആളാണ്. പക്ഷേ ഈമാനങ്ങ് ഉള്ളിൽ കടന്നപ്പോ, ഇഖ്ലാസ് നല്ല കട്ടിയായി വന്നപ്പോ, ബാപ്പാന്റെ സ്വത്ത് കണ്ടിട്ട് വിശ്വാസം വലിച്ചെറിഞ്ഞില്ല. ആ ബാപ്പയുടെ അനന്തര സ്വത്തിൽ മോഹിച്ച് മക്കയിൽ നിന്നില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ, ഹിജ്റ പോകുമ്പോ ഉടുത്ത തുണിയല്ലാതെ രണ്ടാമത്തൊരു തുണി ബാപ്പ നൽകിയില്ല. കാരണം ബാപ്പാക്ക് വിശ്വാസമല്ല. മുത്തുനബി തങ്ങളെ ബാപ്പ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. ഉമൈർ നല്ല പണക്കാരനാണ്. വാഹനം നൽകിയിട്ടില്ല, ഒന്നും നൽകിയിട്ടില്ല. ഒന്നുമില്ലെങ്കിലും വേണ്ട, അള്ളാഹു എനിക്ക് തന്ന ഈമാനുണ്ടല്ലോ, അത് തന്നെ മതി. മദീനയിലെത്തിയ ശേഷവും പ്രാരാബ്ദങ്ങളുടെ കയ്പ് നീരനുഭവിച്ച് വസ്ത്രം ഇല്ലാത്ത ഘട്ടത്തിൽ ആടിന്റെ തോല് വസ്ത്രമായി അണിഞ്ഞ് മദീനത്തെ പള്ളിയിൽ വന്ന യുവാവാണ് സയ്യിദുനാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് റളിയല്ലാഹു അൻഹു കാണുമ്പോൾ പലപ്പോഴും നബി തങ്ങൾ പറയാറുണ്ട്, മാ റഅയ്തു ബി മക്കത ഫതൻ അൻഅമ മിൻ മുസ്അബ് ബിൻ ഉമൈർ. ഈ മുസ്അബിനെ പോലെ സുഖജീവിതം നയിച്ച ഒരാളെ, അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരാളെ മക്കയിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇസ്ലാമങ്ങ് സ്വീകരിച്ചപ്പോ എല്ലാറ്റിനും പരിവർത്തനമുണ്ടായി, മാറ്റമുണ്ടായി. എന്ത് ത്യാഗവും സ്വീകരിക്കാൻ റെഡിയായി. ചെറുപ്പക്കാരിൽ ത്യാഗം ചെയ്ത് മദീനയിലേക്ക് വന്ന് നല്ല നിലക്ക് ജീവിച്ച് ഷഹീദായി പോയ മഹാനാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് ഇഷ്ടം പോലെ സമ്പത്ത് അല്ലാഹു നൽകിയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഭക്ഷണം മുന്നിൽ വന്നപ്പോഴും മുസ്അബ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു പൊട്ടിക്കരഞ്ഞുപോയി. ഖുതില മുസ്അബ് ബിൻ ഉമൈർ വഹുവ ഖൈറും മിന്നീ. ഉഹുദിന്റെ രണഭൂമിയിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദായി പോയി. എന്നെക്കാളും നല്ല മികവുള്ള ആളായിരുന്നു. ഷഹീദായിട്ട് പോലും ഒരു പൂർണ്ണ വസ്ത്രം കിട്ടാതെ കഫൻ ചെയ്യപ്പെട്ടു പോയ മഹാനാണ്. അല്ലാഹു എനിക്കെത്രയാ തന്നത്. ഇസ്ലാമങ്ങ് സ്വീകരിച്ചപ്പ യുവത്വത്തിൽ സമ്പത്ത് ഒഴിവാക്കാൻ ഒരു മടിയും തോന്നിയില്ല. യുവാക്കളെ, യുവതികളെ, യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഓതുന്ന ഖുർആനിന്റെ ഖത്മിന് കണ്ണ് കാണാതെയാകുന്ന നേരത്ത് ഓതുന്ന ഖത്മ് പോലെയല്ല. ഒഴിവും കഴിവും കിട്ടാതെ മക്കളും പേരമക്കളും പ്രാരാബ്ദവും പരിവട്ടവുമായി നടക്കുന്ന സമയത്തുള്ള ഒത്തുപോലെയല്ല. യുവത്വത്തിന്റെ സമയത്ത് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം അതിന് വല്ലാത്ത മാധുര്യമാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഓതുന്ന സ്വലാത്ത്, ചൊല്ലുന്ന സ്വലാത്ത്, ഓതുന്ന മദ്ഹ്, മൗലിദ്, അതിനൊക്കെ അമല് കൂടുതലാണ്, മഹത്വം കൂടുതലാണ്. അസ്ഹാബുൽ കഹ്ഫിന് അല്ലാഹു ഏറ്റവും വലിയ മഹത്വം പറഞ്ഞത് അവർ യുവത്വത്തെ അല്ലാഹു തആല എടുത്തു പറഞ്ഞില്ലേ ഖുർആനിൽ, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവര് നല്ല ചെറുപ്പക്കാരാണ്, നല്ല യുവാക്കളാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ അല്ലാഹുവിൽ അവർ വിശ്വസിച്ചു.